ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗട്ട് ഹെൽത്തിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് അതുകൊണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്ത് മോശമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ, അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കതിനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് ഗട്ട് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ അല്ലെങ്കിൽ നമ്മുടെ കുടലിൽ ഒരുപാട് ബാക്ടീരിയാസ് അടങ്ങിയിരിക്കുന്നു. അതിൽ തന്നെ നല്ല ബാക്ടീരിയ വളരുകയും ചീത്ത ബാക്ടീരിയാസ് ഒഴിവാകുകയും ചെയ്യുകയാണെങ്കിലാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുവേണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ആദ്യകാലങ്ങളിൽ എന്താണ് ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ പലതരത്തിലുള്ള വയറ് വീർക്കുക, ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, ഹാർട്ട് ബേൺ അതായത് പുളിച്ചു തേട്ടൽ, പിന്നെ ഛർദ്ദിക്കാൻ വരിക, പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വയറ് ക്ഷീണം, അതായത് വയറ് കാളുന്നത് പോലെ അല്ലെങ്കിൽ വയറ് വിശക്കുന്നത് പോലെ നമുക്ക് ഭക്ഷണത്തിന് മുൻപേ തോന്നും. കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ക്ഷീണം മാറുന്നില്ല. പിന്നെ ജനറലി നമുക്ക് എത്ര ഒരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല, ഉറക്ക പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവ്, പെട്ടെന്ന് അസുഖം വരുന്നു, ഇങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളുമായിരിക്കും ആദ്യത്തെ ഒരു കുറെ കാലം. പിന്നെ നമുക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ക്രോണിക് ആയിട്ട് കുറേ നാൾ കൊണ്ട് ഇങ്ങനെ വയറിളക്കവും പ്രശ്നങ്ങളും, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ വയറ്റിന്ന് പോകണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് പേഷ്യന്റ് അഡ്ജസ്റ്റ് ആവുകയും തുടർന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് തന്നെ മോശമായതിന്റെ ഭാഗമായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എല്ലാ വർക്കിലും സ്ലോ ആവുന്നു, ക്ഷീണം നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കിടക്കണം എന്ന തോന്നൽ, ക്ഷീണം കൂടുന്നു, ഇൻഫ്ലമേഷൻ കൂടുന്നു, വയറെപ്പോഴും വീർത്തിരിക്കുന്നത് പോലെ, പ്രത്യേകിച്ച് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സൊന്നും കയറുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഒരു ടൈറ്റ് ഫീലിങ്ങും ക്ഷീണവും അസ്വസ്ഥതയും ഉണ്ടാകുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങൾ? ഗട്ട് ഹെൽത്ത് മോശമാകുന്നതിനും ആകുന്നതിന്റെ കാരണങ്ങൾ മാത്രമല്ല, അതെങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വെച്ച് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫുള്ളായിട്ട്, അതായത് അവസാനം വരെ കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു കാര്യം റിഫൈൻഡ് ഷുഗർ ആണ്. അതായത് നമ്മുടെ വെളുത്ത കളറിലുള്ള പഞ്ചസാര. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചീത്ത ബാക്ടീരിയയെ വളർത്താനായിട്ട് ഇത് സഹായിക്കും. കാരണം അത് അതിന്റെ ഭക്ഷണമാണ്. പക്ഷെ നല്ല ബാക്ടീരിയാസ് വളരെയധികം കുറയുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻ കൂടുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റിഫൈൻഡ് ഷുഗർ മാറ്റിയിട്ട് ശർക്കര ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഡേറ്റ്സ് ഉപയോഗിക്കാം. പിന്നെ സാധാരണ നമ്മുടെ ഫ്രൂട്ട്സിന്റെ മധുരം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിഫൈൻഡ് ഓയിലാണ്. അപ്പൊ എല്ലാവരും പറയും നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി, ഇങ്ങനെ പല കാരണങ്ങൾ നമുക്ക് ഉണ്ടാകാം. നമുക്ക് സൺഫ്ലവർ ഓയിലിലേക്കോ അല്ലെങ്കിൽ റിഫൈൻഡ് പാം ഓയിലിലേക്കോ ഒക്കെ മാറാനായിട്ട് പല കാരണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇത് ചൂടിലൂടെയും അതേപോലെ തന്നെ പലതരത്തിലുള്ള കെമിക്കൽസിലൂടെയും പാസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ നല്ല കാര്യങ്ങളൊന്നും തന്നെ റിഫൈൻഡ് ഓയിൽസിൽ ഇല്ല. മാത്രമല്ല ഇത് നമുക്ക് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗട്ട് ഹെൽത്ത് മോശമാവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഇൻഫ്ലമേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ അധികം ചൂടാകാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നെയ്യ് ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിക്കുമ്പോഴും ഒരു കൺട്രോൾഡ് ആയിട്ട് മാക്സിമം കുറച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം പാക്ക്ഡ് ഫുഡുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ടേസ്റ്റ് ആണ്. പാക്ക്ഡ് ഫുഡ് കഴിക്കാനും നല്ലതാണ്, എളുപ്പം കിട്ടും, അതേപോലെ വേഗം എളുപ്പത്തിൽ കിട്ടും, നല്ല ടേസ്റ്റുമാണ്. പക്ഷെ പ്രശ്നം എന്താണ്? ഇതിൽ ഒരുപാട് തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ്, ടേസ്റ്റ് മേക്കേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും അധികം ഉപ്പും ഏറ്റവും അധികം ഷുഗറും ആഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാരണങ്ങൾ കൊണ്ടും ഗട്ട് ഹെൽത്ത് മോശമാക്കും. നമ്മുടെ ഡൈജഷൻ വളരെയധികം സ്ലോ ചെയ്യും, ഇൻസുലിൻ സ്പൈക്ക് പല സമയങ്ങളിലും ഉണ്ടാകാം, അതേപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ കൂട്ടുകയും ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് വറവ് എന്തെങ്കിലും വറുത്തത് തന്നെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വീട്ടിൽ തന്നെ വറുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല എണ്ണയിൽ പാചകം ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുക, ആവിയിൽ വേവിച്ച സാധനങ്ങൾ കഴിക്കുക. പിന്നെ ഇത് കഴിക്കുന്ന സമയങ്ങളിൽ കൂടുതൽ ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രശ്നം കുറച്ച് കുറയുന്നതായിട്ട് കാണാം. ഇനി അടുത്തത് നാലാമത്തേത് ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. അതായത് പാലിനോടുള്ള പ്രശ്നം. പാല് കഴിക്കുന്ന സമയങ്ങളിൽ വയറിന് അസ്വസ്ഥത, ഗട്ടിന് പ്രശ്നം, പാല്, അതേപോലെ ചീസ്, ക്രീം, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇത് ചിലപ്പോൾ കുഞ്ഞിലേ ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രായം എത്തിയിട്ടായിരിക്കാം വന്നത്. പക്ഷെ എന്ത് കേസിലാണെങ്കിലും ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾ മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിന് പകരം
പകരമായിട്ട് മോര്, തൈര് ഇതൊക്കെ ഫെർമെന്റഡ് ആയതുകൊണ്ട് തന്നെ പ്രോബയോട്ടിക് ആയതുകൊണ്ട് നമ്മുടെ ഗട്ട് പെട്ടെന്ന് തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യും. ഡൈജഷൻ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ ഇതിന് പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കഴിക്കാനും പറ്റും. ഡയറക്റ്റ് ആയിട്ടുള്ള പാലിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ഒരു കാര്യം ഏതാണ്? ഏറ്റവും അവസാനത്തെ ഷുഗർ ഫ്രീ സാധനങ്ങൾ. അതായത് ഷുഗർ ഫ്രീ നമ്മൾ ഇട്ടിട്ട് ചായ, കാപ്പി കുടിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് നമ്മുടെ ഗട്ടിൽ ഉണ്ടാകാനും തുടർന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ വയറിന്റെ അസ്വസ്ഥത, ഡൈജഷൻ സ്ലോ ആവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഡയറ്റ് കോള, ഡയറ്റ് സോഡ, പിന്നെ ഡയറ്റ് ആയിട്ട് ഷുഗർ ഫ്രീ ആയിട്ട് തന്നെ ബിസ്ക്കറ്റ്സ്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വയറിന് അസ്വസ്ഥത അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോവാതിരിക്കുക, ഇങ്ങനെ ഏത് തരത്തിലാണോ നിങ്ങളുടെ വയറിന്റെ അസ്വസ്ഥത വരുന്നത് എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആകുന്നത് കാണാം. പിന്നെ ജനറലി ഇതിനെല്ലാത്തിനും പുറമെ നമ്മൾ ഈ ഒരു വയറിന്റെ അസ്വസ്ഥതയാണോ ഗട്ടിന്റെ അസ്വസ്ഥതയാണോ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി വേർതിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഡയഗ്നോസ്ഡ് കേസസും വരാറുണ്ട്. ഒരുപാട് കേസസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഗ്യാസ്ട്രൈറ്റീസ് ആയിരിക്കാം, അൾസറേറ്റീവ് കോളൈറ്റീസ്, ക്രോൺസ് ഡിസീസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂണിൽ വരെ എത്തി നിൽക്കുന്ന പല കേസസും ഉണ്ട്. അപ്പം ഏത് കേസ് ആണെങ്കിലും നമുക്ക് പ്രകൃതം അനുസരിച്ചുള്ള മരുന്ന് കഴിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഹോമിയോ മരുന്നുകളാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് വേദന വന്നു ഒരു ഗ്യാസിന്റെ ഗുളിക എടുത്ത് കഴിച്ചു അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുത്ത് കഴിച്ചു, ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു പ്രവണത മാറ്റിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മരുന്നുകൾ കഴിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മെയിൻറ്റെയിനിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ തൈര്, പ്രോബയോട്ടിക് ഫുഡുകൾ, തൈര് കഴിക്കാം. പിന്നെ പിക്കിൾ പോലെയുള്ള കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കാം, റെസ്റ്റ് എടുക്കാം. അപ്പം ഈ ഉറക്കമൊക്കെ കറക്റ്റ് ആകുമ്പോൾ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ നോക്കുക, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നം, അതായത് ഈ ഒരു വയറിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാകാവുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് ഒഴിവാക്കാനാകും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്